ഹായ് ഹണി, ഓക്കെ. നമസ്കാരം. എന്തൊക്കെയുണ്ട്? സുഖം, സന്തോഷം. How are you? ഐ എം ഗുഡ്, ഐ എം ഗുഡ്. കോവിഡിന്റെ ഇതല്ലാണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് പോകുന്നു. ആദ്യം തന്നെ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ. ലൈക്ക് ഞാൻ വീഡിയോസ് ഒക്കെ എല്ലാം കണ്ടു. ആൻഡ് ഐ ഓൾസോ വെൻ ത്രൂ യുവർ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ. അപ്പോൾ ഇറ്റ്സ് സോ ഇൻസ്പയറിങ് ശരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ ലിവിങ് ലൈഫ് ഇൻ ദ പ്രസന്റ് മൊമെന്റ് എന്നൊക്കെ പറയുന്ന പോലെ ശരിക്കും ആ ഒരു ഇത് നമുക്ക് കാണാനുണ്ട്. ആൻഡ് ഓബ്വിയസ്ലി നമ്മുടെ ഈ ടാൻസാനിയ പോയതിൻ്റെ മൗണ്ട് കിളിമഞ്ചാറോ ഒക്കെ ക്ലൈംബ് ചെയ്തതിൻ്റെ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സോളോ ആയിട്ടാണ് പോയത് അല്ലേ? Yeah, yeah, yeah. സോ എന്തായിരുന്നു തന്നെ പ്രത്യേകിച്ച് ഇപ്പൊ നമുക്ക് ആഫ്രിക്ക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓരോ പ്രീ കൺസീവ്ഡ് നോഷൻസ് ഉണ്ടല്ലോ. അതായത് അൺസേഫ് ആയിരിക്കും. പിന്നെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പൊതുവേ യു ഡോണ്ട് സീ എ ലോട്ട് ഓഫ് വുമൻ. അങ്ങനെ ഒരുപാട് പേരൊന്നും അങ്ങനെ തന്നെ പോയി വേറൊരു കൺട്രിയിൽ പോയി ട്രാവൽ ചെയ്യുന്ന ഒരു ഇത് കാണുന്നില്ല നമ്മൾ ഒരുപാട്. അപ്പോൾ തന്നെ പോകാനുള്ളൊരു കാരണം എന്തായിരുന്നു? അതെന്തായിരുന്നു ഒരു കോൺഫിഡൻസ് ദാറ്റ് എവറിത്തിങ് ഇസ് ഗോയിങ് ടു ബി ഓക്കെ? എന്തായിരുന്നു അതിൻ്റെ ഒരു ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ തേർഡ് പാർട്ട് ഇന്നലെ ഇടാൻ കാരണം റോണി തന്നെയാണ്. ബിക്കോസ് എന്നോട് പറഞ്ഞില്ലേ ടോക്ക് ഷോ വേണം. അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ എന്നാ തേർഡ് പാർട്ടോട് ഇട്ടിട്ട് ടോക്ക് ഷോ ചെയ്യാം, അപ്പൊ കുറച്ചുകൂടി ഇതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളി. അങ്ങനെ ഇന്നലെ ഫിനിഷ് ആക്കി. തന്നെ പോകാനുള്ള റീസൺ എന്ന് പറഞ്ഞാല് ഒന്നാമത്തെ റീസൺ നമുക്ക് ഇതിന് കൂട്ട് അങ്ങനെ ആരെയും കിട്ടത്തില്ല. ഓ ഇപ്പം ഫ്രണ്ട്സിനോട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വരാൻ പറ്റുന്ന ഒരു ട്രിപ്പ് അല്ല ഒന്ന്. ഉം. സോ പിന്നെ രണ്ടാമത് എനിക്ക് കൂടുതൽ ഒറ്റയ്ക്ക് പോകുന്നതാണ് ഇഷ്ടം. ഉം ഉം ഉം. ഞാൻ ഇതിനു മുമ്പും എവറസ്റ്റ് ബേസ് ക്യാമ്പ് ചെയ്തതും ഒറ്റയ്ക്കായിരുന്നു. ഐ മീൻ ഞാനും എന്റെ ഷെർപ്പായും ആയിരുന്നു കൂടെ. ഉം. വേറെ ട്രാവലേഴ്സ് ആരും ഇല്ലായിരുന്നു. അത് ഓഫ് സീസൺ ആയിരുന്നു. സോ അത് ഒറ്റയ്ക്ക് പോയപ്പോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഓക്കെ. നമ്മള് വേറൊരു അവർക്ക് ഒത്തിരി പീസ്ഫുൾ ആണ്. വേറൊരു വൈബായിരിക്കും ഒറ്റയ്ക്ക് പോകുന്നത്. അപ്പം ഇതും ഇപ്രാവശ്യം നമ്മള് ലാസ്റ്റ് ഇയർ ഫുൾ ലോക്ക്ഡൌൺ ആയിരുന്നല്ലോ. അതെ. അപ്പൊ എല്ലാരും മെന്റലി ഒക്കെ ഒത്തിരി ഡൗൺ ആയി. സോ ഞാനും ഒത്തിരി ഡൗൺ ആയി. അപ്പം ഞാൻ ഡിസൈഡ് ചെയ്തു ഓക്കെ ഈ ഫെബ്രുവരിയിൽ നാട്ടിൽ പോണം. ഞാൻ അയർലൻഡിലാണ്. അപ്പം നാട്ടിൽ പോണം എന്ന് തീരുമാനിച്ചു. ആൻഡ് ഡെഫിനറ്റ്ലി സംതിങ് അഡ്വഞ്ചറസ് എനിക്ക് ചെയ്യണം എന്ന് തന്നെ ഉണ്ടായിരുന്നു. എന്റെ ലിമിറ്റ്സിനെ പുഷ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്താലേ എനിക്ക് ആ ഒരു എനർജി കിട്ടത്തുള്ളൂ. Right. അടുത്ത ഒരു വർഷത്തേക്കുള്ള എനർജി. സോ ഞാന് കിളിമഞ്ചാരോ എന്റെ മനസ്സിലുണ്ടായിരുന്നു. ബേസ് ക്യാമ്പ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഓക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഏതൊരാളുടെയും ടോപ്പ് ലിസ്റ്റിൽ വരുന്നതാണ് ഇതെല്ലാം. അപ്പം അത് കുറെ റിസർച്ച് ചെയ്തു. പിന്നെ കോവിഡ് ടൈം ആയതുകൊണ്ട് ഇപ്പൊ അത് നടക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഉം 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 ഉം. അങ്ങനെ കുറെ പ്ലാനിങ് ഒക്കെ ചെയ്തു. അങ്ങനെയാണ് ഫൈനലി ഡിസൈഡ് ചെയ്തത് പോകാൻ വേണ്ടി. ഒറ്റയ്ക്ക് പോകാൻ പേടിയൊന്നുമില്ല. ഉം 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 ഉം. പോവുക, വരുന്നത് എന്താണോ അന്നേരം നമ്മൾ ഫേസ് ചെയ്യുക, അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പം ഇപ്പൊ ബിഫോർ യു ഗോ ഒരുപാട് റിസർച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മൾ ഇങ്ങനെ ഒരു എന്തൊക്കെ പറഞ്ഞാലും ദർ ഈസ് എ റിസ്ക് ദാറ്റ് ഈസ് ദർ. ലൈക്ക് ലീവ് ദി ഇപ്പൊ നമ്മളൊരു ഇത്ര ഓൾട്ടിറ്റ്യൂഡിൽ പോകുന്നു. ആ ഒരു സമയത്ത് യു ക്യാൻ ഇപ്പൊ അക്യൂട്ട് മൗണ്ടൻ സിക്നസ് വന്നെന്ന് പറഞ്ഞല്ലോ. അതിന്റെ സിവിയർ കേസസ് ഉണ്ടല്ലോ നമ്മുടെ ഈ HAP HAC അങ്ങനൊക്കെ പറഞ്ഞ പലതും ഉണ്ടല്ലോ. അപ്പോൾ ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ റിസ്ക്. ബട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇഫ് അറ്റ് ഓൾ യു ഹവ് ഡൺ എ ലോട്ട് ഓഫ് റിസർച്ച് ആൻഡ് ഓൾ ദാറ്റ്, അത് നമ്മൾ ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് തന്നെ പറയാം അല്ലേ? അത് അക്യൂട്ട് മൗണ്ടൻ സിക്നസ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലൈക്ക് ഇത് ഇപ്പം നമ്മൾ ഫിസിക്കലി എത്ര ഫിറ്റ് ആണെങ്കിലും അതൊന്നും ഒരു ഫാക്ടറേ അല്ല. ലൈക്ക് ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ചെയ്തപ്പോഴും 5000 മീറ്റർ ഓൾട്ടിറ്റ്യൂഡിന് മുകളിലാണ് പോയത്. അത് ജസ്റ്റ് ലാസ്റ്റ് ഇയർ ആയിരുന്നു. ബട്ട് സ്റ്റിൽ അത് എന്നെ ഹെൽപ്പ് ചെയ്യത്തില്ല ഈ ട്രെക്കിലും. അപ്പൊ ചില ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചു ഓക്കെ കഴിഞ്ഞ കൊല്ലം നീ അത് ചെയ്തത് കാരണം നിന്റെ ബോഡി ഓൾറെഡി അക്ലൈമറ്റൈസ്ഡ് ആയിരിക്കുമല്ലോ എന്ന് ചോദിച്ചു. ബട്ട് അല്ല, ഞാൻ വീണ്ടും ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും ആ ഓൾട്ടിറ്റ്യൂഡിൽ പോയപ്പം പുതിയതുപോലെയായിരുന്നു. ഞാൻ കൂടുതലും കുറച്ച് സിവിയർ ആയിട്ട് എനിക്ക് വന്നു സിക്നസ് ഒക്കെ. എനിക്കൊന്ന് സാച്ചുറേഷൻ ലെവലൊക്കെ എനിക്ക് ആ ഒരു ലാസ്റ്റ് ഒരു കുറച്ച് ദിവസം 63 വരെയൊക്കെ എത്തിയായിരുന്നു അല്ലേ? ഒരു ദിവസം ഒരു നൈറ്റിൽ 71 സംതിങ് വന്നു, 72 സംതിങ്. അത് കഴിഞ്ഞ് അടുത്ത രാവിലെ നോക്കിയപ്പോ 62 ആയിരുന്നു.
ഓ മൈ. സാച്ചുറേഷൻ. ഈ SpO2ന്റെ സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്പൊ പ്രത്യേകിച്ച് കോവിഡിന്റെ ഒരു സമയം, ആൻഡ് യു ആർ ഓബിയസ്ലി നേഴ്സ്, അപ്പൊ യു നോ ദാറ്റ്. അപ്പൊ നമ്മളിപ്പോ വീട്ടിലൊക്കെ ഇപ്പൊ ഞാനും വൈഫും ഒക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ചുമ്മാ. ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതൊക്കെ ഉള്ളല്ലോ. അപ്പൊ നമ്മൾ 95ന്റെ താഴെ പോയാൽ നമ്മൾ വിചാരിക്കും ഓ മൈ ആ ഒരു ഇതാണല്ലോ എന്ന്. അപ്പൊ ഞാൻ ആലോചിക്കുമായിരുന്നു 63-ലൊക്കെ ഒരാൾ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന്, ബിക്കോസ് യുവർ ബ്രെയിൻ ഇസ് നോട്ട് ഗോയിങ് ടു ബി വർക്കിംഗ് ഇൻ ദ റൈറ്റ് മാനർ, റൈറ്റ്? അതാണ് അത് നമ്മുടെ ബോഡിയുടെ ഒരു തന്നെ പ്രത്യേകതയാണ്. നമ്മുടെ ബോഡി അക്ലൈമറ്റൈസ് ചെയ്യും ആ ഒരു ഓൾട്ടിറ്റ്യൂഡിനോടും ആ ഒരു സാച്ചുറേഷനോടും. അപ്പം നോർമലി നമ്മളൊക്കെ നിൽക്കുമ്പോൾ 95-ൽ താന്നു പോയാൽ 90 താന്നു പോയാൽ തന്നെ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് വരും. അപ്പം ആ ഒരു ഓൾട്ടിറ്റ്യൂഡിൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ എയറിൽ 50% ഓക്സിജനേ ഉള്ളൂ ഓൾറെഡി. എയർ തിന്നാണ് വളരെ. അപ്പം അതിനാണ് നമ്മൾ അക്ലൈമറ്റൈസേഷൻ ഡേയ്സ് എന്ന് തന്നെ പറയുന്നത്. അതായത് ആ ഒരു ഓൾട്ടിറ്റ്യൂഡിൽ 1-2 ദിവസം നമ്മൾ ഇങ്ങനെ പതുക്കെ നടന്ന് നീങ്ങും. അപ്പം വളരെ മാജിക്കൽ ആണത്. നമ്മുടെ ബോഡി ഫിസിയോളജിക്കലി അഡാപ്റ്റ് ചെയ്യുവാണ് ആ ഒരു ഓൾട്ടിറ്റ്യൂഡിനോടും ആ ഒരു സാച്ചുറേഷനോടും. അപ്പം 61 ആയിട്ട് പോലും എനിക്ക് വലിയ കുഴപ്പമില്ല. ബട്ട് സ്റ്റിൽ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ക്ഷീണമുണ്ട്, അല്ലെങ്കിൽ ഹെഡേക്ക് വരും നമുക്ക്. ബട്ട് സ്റ്റിൽ നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയൊന്നും അല്ല. ഓക്കെ. ആൻഡ് എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഓൾറെഡി അതിന്റെ ഉത്തരം ഹണി തന്നായിരുന്നു. ആസ് ഇൻ ഞാൻ കണ്ടേക്കുന്നത്, ഞാൻ ഒരുപാട് മൗണ്ട് കിളിമഞ്ചാറോ ക്ലൈം ചെയ്ത ഒരുപാട് ആൾക്കാരുടെ വീഡിയോസ് ഇങ്ങനെ കണ്ടായിരുന്നു. കണ്ടപ്പോൾ അതായത് ഞാൻ ഫോളോ ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഒക്കെ കേട്ടോ കുറച്ച്, ആൻഡ് സം ഓഫ് ദം ആർ ലൈക്ക് എലീറ്റ് ആത്ലീറ്റ്സ് ആണ്. അതായത് മാരത്തോൺസും ട്രയാത്ലോൺസും അയൺമാൻ ഒക്കെ ചെയ്ത ആ ഒരു ലെവലിലുള്ള ആത്ലീറ്റ്സിന് തന്നെ when they get there it is so difficult. They like എൻ്റെ ഫിറ്റ്നസ് ഒക്കെ ഞാൻ ഇതിന് ട്രെയിൻ ചെയ്തിട്ടുണ്ട് 1 വർഷം. ആൻഡ് എൻ്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഡസ് യുവർ ഫിറ്റ്നസ് ലൈക്ക് ഇപ്പോൾ ഡിഡ് യു ട്രെയിൻ ഫോർ ദാറ്റ് a few months before going and did that really do anything? ബട്ട് അങ്ങനല്ല അല്ലേ? അങ്ങനെയല്ല. ഞാൻ ഫിറ്റ്നസ്സിൽ ഉള്ള ഒരാളെ അല്ല. ഐ എം നോട്ട് ഇൻ ടു ഫിറ്റ്നസ്. ഞാൻ ജിമ്മിൽ പോലും പോയിട്ടുള്ള ആളല്ല. ബട്ട് സ്റ്റിൽ ഇതിന് ചെറിയ രീതിയിൽ നമ്മൾ ചെയ്യണം പ്രിപ്പറേഷൻസ്. കാരണം നമ്മൾ ഒരു ദിവസം ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടക്കുവാണ്. അപ്പം നമ്മുടെ ലെഗ് മസിൽസ് എല്ലാം സ്ട്രോങ് ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി പെയിൻ എടുക്കും. പിന്നെ ഞാൻ വെയിറ്റഡ് ബാക്ക് പാക്ക് ഇട്ട് ഒരു 10 കിലോമീറ്റർ ഒക്കെ നടക്കുമായിരുന്നു. ലൈക്ക് ഒരു 9 kg ബാക്ക് പാക്ക് ഇട്ട്. അപ്പം നമ്മുടെ ഷോൾഡർ ഒക്കെ ഒരു കുറച്ച് ഒരു ഇതാകും, ഒരു സ്ട്രെങ്തൻ ആവും. പിന്നെ കാർഡിയോ വർക്കൗട്ട് ചെയ്യണം ചെറിയ രീതിയിലെങ്കിലും. സോ ഞാൻ പറയുന്ന വലിയ അങ്ങനെ ഒരു ഫിറ്റ്നസിന്റെ ആവശ്യമൊന്നും ഇല്ല. ബിക്കോസ് നമ്മള് സാധാരണ രീതിയിൽ തന്നെ നടന്നു നീങ്ങുവാണ്. ഒരു 5 kg 6 kg ബാക്ക് പാക്ക് കാണും, അത്രയേ ഉള്ളൂ. അത് വെച്ച് അങ്ങ് നമ്മൾ ചെയ്താൽ മതി. പക്ഷേ ഞാൻ പറയുന്നു, ഫിറ്റ്നസ് ഒന്നുമല്ല, നമുക്ക് ഡിറ്റർമിനേഷൻ ആണ് വേണ്ടത്. ഗിവ് അപ്പ് ചെയ്യരുത് എന്നുള്ള ആ ഡിറ്റർമിനേഷൻ ആണ് വേണ്ടത്. ഞാൻ അത് കയറിയത് അത് ഒരു ഫാക്ടർ കൊണ്ട് മാത്രമാണ്. ബിക്കോസ് പലപ്പോഴും നമ്മുടെ ഫിസിക്കലി നമ്മൾ ഒത്തിരി ലോ ആകും, ഐ മീൻ ഒത്തിരി ഡൗൺ ആകും, മെന്റലി ഒക്കെ ഡൗൺ ആകും. പക്ഷേ ഗിവപ്പ് ചെയ്യാതെ നമ്മൾ കയറണം. സോ ഫിറ്റ്നസ് ഒരു ഫാക്ടർ, മെയിൻ ഫാക്ടർ ആണെന്ന് ഞാൻ പറയത്തില്ല. ബട്ട് സ്റ്റിൽ വേണം, വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, വേണം. പക്ഷെ നമ്മുടെ ഫിസിക്കൽ സ്റ്റാമിനയുടെ കൂടെ തന്നെ മെന്റൽ സ്റ്റാമിനയും നമുക്ക് ഒരുപാട് വേണം അല്ലേ? ലൈക്ക് ബിക്കോസ് ഇപ്പൊ ഇൻ യോർ ഇപ്പൊ ആ ഒരു 3 വീഡിയോസ് ഇറക്കിയല്ലോ. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ കാണുമ്പോൾ ഒരു രണ്ടാമത്തെ ഒരു ലെറ്റ്സ് സേ ഡേ 4 ഡേ 5 ഒക്കെ ആയി കഴിയുമ്പോഴത്തേനും ശരിക്കും അതായത് ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ, ഇച്ചിരി ഒന്ന് താഴോട്ട് പോകുന്നത് നമുക്ക് ആക്ച്വലി കാണാൻ പറ്റും. ബിക്കോസ് ഇറ്റ്സ് സോ സ്ട്രെനുവസ് ആ ഒരു ആക്ടിവിറ്റി. സോ ഐ മീൻ ദാറ്റ് വാസ് സംതിങ് ദാറ്റ് ഐ വാസ് ഗോയിങ് ടു ആസ്ക്, വെയർ ആ ഒരു ഡിഡ് യു എവർ ഫീൽ ലൈക്ക് വേണ്ട തിരിച്ച് പോവാം, താഴോട്ട് പോവാം എന്നുള്ളൊരു ഫീലിംഗ്? പ്രോബബ്ലി എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട്. ബിക്കോസ് ഒരുപാട് പേരുടെ കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്, വേർ ദേ ഗോ ആൻഡ് ദേ ലൈക്ക് ഇല്ല പറ്റില്ല, ബിക്കോസ് അവരുടെ ബോഡിക്ക് അത് താങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു ഫീലിംഗ് കാരണം തിരിച്ചു വരുന്നൊരു ഇതുണ്ട് പലരുടെയും. എനിക്ക് ഈ ഒരു കേസിൽ തോന്നിയിട്ടുണ്ട്. എപ്പോഴാന്ന് ചോദിച്ചാൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന നൈറ്റാ. സോ ഞാൻ ആ ഡേ സ്റ്റാർട്ട് ചെയ്ത രാവിലെ 4 മണിക്കായിരുന്നു. രാവിലെ 4 മണിക്ക് തുടങ്ങി എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് 1-1:15 കൂടിയാണ് സമ്മിറ്റിൽ എത്തുന്നത്. അതെന്ന് പറഞ്ഞാല് എനിക്ക് എന്റെ ബോഡി ഓൾറെഡി വീക്ക് ആയിരുന്നു. ബിക്കോസ് എനിക്ക് ഡേ 3 തൊട്ട് കോൾഡ് കിട്ടി. അപ്പം
കോൾഡ് വരുമ്പോ അറിയാലോ, ബോഡി പെയിൻ തൊട്ട് എല്ലാ സിംറ്റംസും ഉണ്ട് എക്സെപ്റ്റ് ഫീവർ. അപ്പം എന്റെ ബോഡി ആ ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് ട്രെക്ക് ചെയ്യാൻ പ്രിപ്പയർഡേ അല്ലായിരുന്നു. സോ ഒട്ടും എനിക്ക് വയ്യായിരുന്നു. അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു സമ്മിറ്റ് നൈറ്റ് ഒക്കെ ചെയ്തത്. അപ്പം സമ്മിറ്റ് നൈറ്റ് എന്ന് പറഞ്ഞാല് നമ്മളൊരു മൗണ്ടൻ കയറുവാണ്, മൗണ്ടന്റെ ടോപ്പിലേക്ക്, അതായത് വെർട്ടിക്കലി നമ്മൾ കയറുക. ഭയങ്കര സ്റ്റീപ്പ് പോർഷൻ മാത്രമേ ഉള്ളൂ, നേരെ നടക്കുന്നൊന്നുമില്ല, ജസ്റ്റ് സ്റ്റീപ്പ് വെർട്ടിക്കലി നമ്മൾ കയറുവാണ്. അതും അത്രയും കാറ്റത്ത്, തണുപ്പത്ത് -15 തൊട്ട് -20°C ഉണ്ട്, ഭയങ്കര തണുപ്പ്, കാറ്റ് എല്ലാം ഉണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഭയങ്കര ബ്രെത്ത്ലെസ് ആവും. ലൈക്ക് എനിക്ക് ഒന്ന് 5-6 സ്റ്റെപ്സ് എടുത്തു കഴിഞ്ഞ് ഞാൻ വീണ്ടും നിൽക്കുക. അപ്പൊ എന്റെ ഗൈഡ് പറയുന്നത് ഇങ്ങനെ നിൽക്കരുത്, ഒരു പേസിൽ വേണം പോകാനെന്ന്. ബട്ട് എനിക്ക് എന്റെ ബോഡിയെ അറിയാം, എനിക്ക് പറ്റുന്നില്ല എന്നറിയാം, എനിക്ക് പുള്ളി എങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ഒത്തിരി റെസ്റ്റ് എടുത്തെടുത്ത് ഫ്യൂ സ്റ്റെപ്സ് എടുത്തെടുത്താ കയറിയത്. കയറി അടുക്കാറായപ്പം ലിറ്ററലി കരഞ്ഞു. ബിക്കോസ് എനിക്ക് ഒരു ഓറിയന്റേഷൻ പോലും എനിക്ക് കിട്ടുന്നില്ല. അന്നേരമാണ് എനിക്കൊരു ആ ഒരു AMSന്റെ ഒക്കെ ചെറിയ സയൻസ് ഒക്കെ വന്നു തുടങ്ങി. ബിക്കോസ് എന്റെ ബോഡിയിൽ സീറോ എനർജി, എനിക്ക് നീങ്ങാൻ പോലും പറ്റുന്നില്ലാത്ത ആ ഒരു സ്റ്റേജിൽ വന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി ദർ ഇസ് സംതിങ് റോങ്, എന്റെ ബോഡി ഓക്കെ അല്ല, എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ സ്റ്റിൽ ഗിവ് അപ്പ് ചെയ്യാൻ റെഡി അല്ലായിരുന്നു. കുറച്ചു മണിക്കൂറും കൂടെ നടന്നാൽ നമ്മൾ ആ ചോപ്പിലെത്തും, അതിനു വേണ്ടിയാണ് നമ്മൾ വന്നത്. സോ ഗിവ് അപ്പ് ചെയ്യാതെ കരഞ്ഞ് ഒരു വിധത്തിൽ കയറി. എന്റെ ഗൈഡ് ശരിക്കും സപ്പോർട്ട് ചെയ്തു. ലിറ്ററലി ഞാൻ കരഞ്ഞു, എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ഗിവ് അപ്പ് ചെയ്യാതെ നമ്മൾ കയറി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ് ഭയങ്കരമാണ്. നമ്മളിപ്പോ ഓൾറെഡി ഒരു ഇത്രയും ടയർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലുള്ളപ്പം ഡസ് ദി അച്ചീവ്മെന്റ് ദാറ്റ് യു റീച്ച് ദെയർ ആക്ച്വലി നമുക്കൊരു ഫീലിംഗ് അത് ഉൾക്കൊള്ളാൻ പറ്റുമോ? അതോ ഇറ്റ്സ് ലൈക്ക് എത്തി ഇനി പെട്ടെന്ന് താഴെ ഇറങ്ങാം, ആ ഒരു സിറ്റുവേഷൻ ആണോ? ഓർ ഡു യു ആക്ച്വലി ഫീൽ ലൈക്ക് ഓക്കെ ഞാൻ എന്തോ അക്കംപ്ലിഷ് ചെയ്തു, അതോ തിരിച്ച് താഴെ വന്ന എല്ലാം ഒന്ന് ഇതായിട്ടാണോ നമുക്ക് ആ ഒരു ഫീലിംഗ് വരുന്നത്? ഇല്ല, അവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് ഫീലിംഗ് കിട്ടും, വരും. ഓക്കെ, സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ് വരും. അവിടെ കയറി കഴിയുമ്പോൾ നമ്മൾ ഇത്രയും കടന്നു വന്ന പെയിനും സ്ട്രഗിൾസ് എല്ലാം നമ്മൾ മറക്കും. ബിക്കോസ് അത്ര മാജിക്കലാണ് ആ മുകളില്. ഓൾസോ എനിക്ക് വീഡിയോയിൽ ആ ഗ്ലേസിയേഴ്സിന്റെ ഒന്നും പിക്ചേഴ്സ് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ബിക്കോസ് എനിക്ക് പിക്ചർ എടുക്കാൻ ഉള്ള ഒരു ആരോഗ്യം പോലും ഇല്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു പിക്ചർ എടുത്തു, ഒരു 360 ഒരു വീഡിയോ എടുത്തു, അത്രേ ഉള്ളൂ. അപ്പം ആ മുകളിൽ മൊത്തം ജയന്റ് ആയിട്ടുള്ള ഗ്ലേസിയേഴ്സ് ആണ് നിൽക്കുന്നത്. അത് ഞാൻ കണ്ടു, അതെന്റെ മനസ്സിലുണ്ട്. ബട്ട് പിക്ചേഴ്സ് എനിക്ക് ഒരു പിക്ചർ പോലും ഇല്ല. ബിക്കോസ് നമ്മൾ ആ ലാസ്റ്റ് ഡേ നോക്കുവാണെങ്കിൽ തന്നെ ലൈക്ക് ആ ലാസ്റ്റ് ക്ലൈംബ് ഉണ്ടല്ലോ, ആ ഒരു 9 മണിക്കൂർ ആക്ച്വലി തീരെ വ്ളോഗ് ചെയ്തിട്ടില്ല. ബാക്കിയുള്ള ഇത് വെച്ചൊക്കെ നോക്കുവാണെങ്കിൽ ആൻഡ് ദാറ്റ് വാസ് കൈൻഡ് ഓഫ് അണ്ടർസ്റ്റാൻഡബിൾ ദാറ്റ് ഒരാൾക്ക് അവരെ തന്നെ മൂവ് ചെയ്യാൻ നമ്മൾ ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷനിൽ വ്ളോഗ് ചെയ്യാൻ പോകലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും എന്നെ കൊണ്ട് പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ആ ടോപ്പിൽ കയറിയപ്പോഴും ഞാൻ ഓർത്തു, ഓക്കെ ഇത്രയും വ്ളോഗ് ചെയ്ത് വന്നതാണ്, അറ്റ്ലീസ്റ്റ് ഒരു പിക്ചർ എങ്കിലും എടുക്കണം, ഒരു 360 വീഡിയോ എടുക്കണം, അതായിരുന്നു എന്റെ ഗോള്. അപ്പൊ ആ വ്ളോഗ് ഫിനിഷ് ആക്കണം എന്നുള്ളതും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഈ നമ്മുടെ പീക്ക് എത്ര 5800 meters above sea level അല്ലേ? 5895. ഓക്കെ. ആൻഡ് നമ്മുടെ എവറസ്റ്റ് ബേസ് ക്യാമ്പും അതിന്റെ അടുത്ത് 5000 സംതിങ് തന്നെയല്ലേ? ഇല്ല, എവറസ്റ്റ് ബേസ് ക്യാമ്പ് 5364. ഓക്കെ. അത് ഞാൻ ബിക്കോസ് ഞാൻ ചോദിക്കാനിരുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ആ 2 ട്രെക്സ് ചെയ്ത ഒരാളാണല്ലോ. അപ്പോ ഡു യു ഫീൽ ലൈക്ക് കിളിമഞ്ചാരോ വാസ് എ മോർ ടെക്നിക്കലി ചാലഞ്ചിങ് അങ്ങനെ ഇതിൽ, അല്ലെങ്കിൽ എവറസ്റ്റ് വാസ്, അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ടെക്നിക്കലി എന്ന് പറയത്തില്ല, ടെക്നിക്കലി വൈസ് രണ്ടും ഓക്കെ ആണ്. പക്ഷേ ഡിഫിക്കൽറ്റി ലെവൽ കിളിമഞ്ചാരോ തന്നെയാണ്. അതിന്റെ റീസൺ ഇത് തന്നെയാണ്. എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ബേസ് ക്യാമ്പ് വരെ എത്തുന്നുള്ളൂ, നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നില്ല മുകളിലോട്ട്. കിളിമഞ്ചാരോ എന്ന് പറയുമ്പോൾ നമ്മൾ ആ മൗണ്ടനെയാണ് സബ്മിറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു ലാസ്റ്റ് ആ സബ്മിറ്റ് നൈറ്റിൽ നമ്മൾ ജസ്റ്റ് സ്റ്റീപ്പ് മുകളിലോട്ട് മാത്രം കയറുക. അപ്പം ശരിക്കും ഉള്ള ഒരു ഐറ്റിനറിയിൽ രാത്രി 12 മണിക്കാണ് ആൾക്കാർ ക്ലൈംബ് തുടങ്ങുന്നത്. സോ ഒരു ഹെഡ് ടോർച്ച് മാത്രമേ ഉള്ളൂ.
ഒന്നും കാണത്തില്ല. അതായത് നമ്മൾ അടുത്ത കാല് വെക്കാൻ പോകുന്ന അടുത്ത ചുവട് മാത്രമേ നമുക്ക് കാണത്തുള്ളൂ. ബാക്കി മുന്നോട്ട് എന്താണെന്നൊന്നും അറിയത്തില്ല. അപ്പം മുമ്പോട്ട് എന്തുമായിട്ട് കിടക്കുന്നു ഒന്നും നമുക്ക് കാണത്തില്ല. അപ്പം ജസ്റ്റ് പതുക്കെ നടന്ന് നടന്ന് നീങ്ങുന്നു. അങ്ങനെ വെളുപ്പിനെ എത്തുമ്പോഴാണ് അവരാ ചുറ്റും കാണുന്നത്. ഇത്രയും മണിക്കൂർ എല്ലാരും ഇരുട്ടത്താണ് നടക്കുന്നത്. പക്ഷെ ഞാൻ 4 മണിക്കാണ് തുടങ്ങിയത്. അപ്പം ഒരു 6 മണിയൊക്കെ ആവുമ്പം വെട്ടം വീഴും. അപ്പൊ എനിക്ക് അറിയാം മുമ്പോട്ട് എന്തും വേണ്ട ഉണ്ടെന്നുള്ളത് എനിക്ക് കാണാം. കുറേ ഉണ്ട്. നമ്മൾ പതുക്കെ പതുക്കെ നടന്ന് നീങ്ങും. ഡെഫിനറ്റ്ലി ടഫർ അല്ലേ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഇവരുടെ ഭാഷയിൽ കിളിമ എന്ന് പറഞ്ഞാൽ തന്നെ നോട്ട് സോ ഈസി എന്ന് കണ്ട് തന്നെ അല്ലെ. അതിന്റെ അർത്ഥം കണ്ട് ഞാൻ കണ്ടായിരുന്നു എവിടെയോ. ദാറ്റ് യു നോ ദ മീനിങ് ഓഫ് ദാറ്റ് ഇസ് ഇറ്റ് സെൽഫ്. ആൻഡ് ഉഹുറു പീക്കിന്റെ അർത്ഥം ഉഹുറു മീൻസ് ഫ്രീഡം അല്ലേ. ഉഹുറു എന്ന് പറഞ്ഞ ഫ്രീഡം. ശരിക്കും മൗണ്ടൻ എന്ന് പറഞ്ഞാല് ഒരു ഫ്രീഡം ആണ്. അതെ. അപ്പൊ ആ പീക്കിൽ എത്തുമ്പോ ശരിക്കും നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമല്ലേ ആ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ തന്നെ. പറ്റും. ഏത് സിറ്റുവേഷനിലാണെങ്കിലും നമ്മൾ ആ ഒരു മൊമെന്റിലായിരിക്കും. പക്ഷേ ടോപ്പിൽ നമുക്കൊരു 15 മിനിറ്റ് ഒക്കെ നിൽക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് അത്രയും ഹൈ ഓൾട്ടിറ്റ്യൂഡ്. അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് ഡിസെൻഡ് ചെയ്യണം, താഴേക്ക് വരണം. ഓക്കെ. ഇത് ഈ പല ക്ലൈംസിലും ആൾക്കാർ ഈ സപ്ലിമെന്റൽ ഓക്സിജൻ ഒക്കെ യൂസ് ചെയ്ത്, ഇപ്പം നമ്മുടെ എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെങ്കിലും മറ്റേ K2 എന്നൊക്കെ പറഞ്ഞ മൗണ്ടൻ ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ പോവാണ്. പക്ഷെ ഇവിടെ നമുക്ക് ആ ഒരു സപ്ലിമെന്റൽ ഓക്സിജന്റെ ഒരു ആവശ്യം വരുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, അതൊരിക്കലും വരുന്നില്ല. നമ്മുടെ ബോഡി തന്നെ ഫിസിയോളജിക്കലി അഡാപ്റ്റ് ആകും. എനിക്ക് തോന്നുന്നു ഒരു 6500 മീറ്റർ ഓൾട്ടിറ്റ്യൂഡ് ഒക്കെ കഴിഞ്ഞായിരിക്കും ഒരുപക്ഷെ ഓക്സിജൻ വേണ്ടത്. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ബട്ട് സ്റ്റിൽ 6000 വരെയൊക്കെ നമുക്ക് ഓക്സിജൻ ഇല്ലാതെ പറ്റും, നമുക്ക് ട്രെക്ക് ചെയ്യാം. ഇതിലെ പിന്നെ വേറെ നമുക്ക് ശരിക്കും അമേസിംഗ് ആയിട്ട് തോന്നി, ഇപ്പൊ ഹണി ആണെങ്കിലും യു ഹവ് റിയലി ക്യാപ്ചർഡ് ഇറ്റ് വെരി വെൽ. അതായത് ആ 4 സോണിൽ കൂടെ നമ്മൾ പോകുന്ന ഒരു ഇതുണ്ടല്ലോ, അതായത് റെയിൻ ഫോറസ്റ്റ്, ഡെസേർട്ട്, ആർട്ടിക് സോൺ, ഞാൻ ഏതോ ഒരെണ്ണം മിസ് ചെയ്തു, മൂർലൻഡ് അല്ലേ? അതെ. അപ്പോ ഇറ്റ്സ് എ ഡ്രാസ്റ്റിക് ഡിഫറൻസ് അല്ലേ. അതായത് നമ്മൾ ഓരോ ദിവസം പോകുന്തോറും ആ ഒരു ലാൻഡ്സ്കേപ്പും എൻവയൺമെന്റും ക്ലൈമറ്റും കംപ്ലീറ്റ്ലി അങ്ങ് മാറുവാണ് അല്ലേ? അതാണ് കിളിമഞ്ചാരോ ട്രെക്കിന്റെ ഒരു ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു 4 ക്ലൈമാറ്റിക് സോണിലൂടെ പോകുക. അപ്പം ആദ്യത്തെ ദിവസം റെയിൻ ഫോറസ്റ്റ് ആയിരുന്നു. രണ്ടാമത്തെ ദിവസം ഹെദേഴ്സ് എന്ന് പറയുന്ന, നിന്റെ വീഡിയോയിൽ കാണാം പാർട്ട് 2-ല്, നിറയെ പൂക്കളുമായിട്ടുള്ള ആ ഒരു വ്യൂ ആണ്. ഭയങ്കര മാജിക്കൽ ആയിരുന്നു. ആ ദിവസം എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. പിന്നെ 3rd ഡേ തൊട്ട് ഡെസേർട്ട് സോൺ ആണ്. അതായത് അധികം വെജിറ്റേഷൻ ഒന്നും ഇല്ല. ബട്ട് നമ്മൾ 3rd ഡേ തൊട്ട് മൗണ്ട് കിളിമഞ്ചാരോ ഫ്രണ്ടിൽ ഇങ്ങനെ കാണുക. ഓക്കെ. പക്ഷെ ഡേ 4 ആണല്ലേ ഏറ്റവും ടഫസ്റ്റ്. അതായത് ആ ഒരു ക്ലൈംബിന്റെ ആ ഒരു ഇതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ത്രൂ ഔട്ട്. ഇപ്പൊ നമ്മൾ ഇത്രയും നടക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു ലാസ്റ്റ്, പ്രത്യേകിച്ച് ആ ഒരു നമ്മുടെ ബോഡി ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്നതുകൊണ്ട് ഇറ്റ് മസ്റ്റ് ബി റിയലി റിയലി ഡിഫിക്കൽട്ട്. ആൻഡ് ശരിക്കും അത് നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ഒരു ഭയങ്കര ഒരു ഇതല്ലേ, ഇത്ര ഒരു ഇതിൽ നിന്ന് നമുക്ക് എല്ലാ ഇതിലും ഇൻ സച്ച് എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം നമ്മൾ അക്ലമറ്റൈസ് ആയി ഇത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡി ഒരു ഭയങ്കര മാജിക്കലാണ്. അത് ശരിക്കും അഡാപ്റ്റ് ആവുന്നത്. പിന്നെ ഡെസേർട്ട് സോൺ ആണ്. ഡെസേർട്ട് സോണിൽ ഞാൻ പറഞ്ഞ വെജിറ്റേഷൻ ഒന്നും ഇല്ല, ബട്ട് നമുക്ക് മൗണ്ടൻ കാണാം, മുന്നിൽ എപ്പോഴും ഉണ്ട്. സോ ഇങ്ങനെ നടന്ന് നടന്ന് നീങ്ങി ഫൈനൽ നമ്മൾ പീക്കിലെത്തുന്നു. ഇത് ടോട്ടൽ എത്ര കിലോമീറ്ററിന്റെ ട്രക്കായി? 8 ദിവസം അല്ലേ എടുത്ത സ്റ്റാർട്ട് ടു ഫിനിഷ്? 8 ദിവസം. അപ്പം ഇത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒരു ഏകദേശം 90 കിലോമീറ്റർ വരും. ഇത് 90 ആണ്, ബട്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പ് 130 ആണ്. അതാണ് കൂടുതൽ ഡിസ്റ്റൻസ്, കൂടുതൽ അതാണ്. സോ കിളിമഞ്ചാരോ അബൌട്ട് 90 കിലോമീറ്റർ വരും. പക്ഷെ നമ്മൾ ഡിസെൻഡ് ചെയ്യുന്നത് വേറൊരു റൂട്ടിൽ കൂടെയാണ്. അല്ല, 6 ദിവസം എടുത്ത് നമ്മൾ കയറുന്നു, ബാക്കി ഡിസെൻഡ് ചെയ്യുന്നത് വേറൊരു റൂട്ടിൽ കൂടെ. ജസ്റ്റ് 1 ഡേ എടുത്തും ഡിസെൻഡ് ചെയ്യാം. ഞാൻ 1 ഡേ എടുത്താ ഡിസെൻഡ് ചെയ്തു. അപ്പം അങ്ങനെ ഒരു 8 ദിവസമാണ്. ഞാൻ അത് 7 ഡേയ്സ് കൊണ്ടാണ് ചെയ്തത്. ഇടയ്ക്ക് എനിക്ക് ഐറ്റിനറി എന്റെ കംഫർട്ടിന് മാറ്റേണ്ട വന്നു.
ആൻഡ് ഈ യാ പോകുന്ന സമയത്ത് അതായത് യു ആൻഡ് പിന്നെ 7 വേറെ ആൾക്കാരാണല്ലേ, അവരുടെ ആൾക്കാരാണ് യാ കൂടെ വരുന്നത്. ആ എല്ലാം ആണുങ്ങള്. പക്ഷെ അത് നമ്മൾ ശരിക്കും ഇത് കണ്ടുണ്ടല്ലോ, അതായത് വീഡിയോ കാണുമ്പോൾ തന്നെ അവർ വളരെ റെസ്പെക്റ്റോടെ എല്ലാവരും എപ്പോഴും ഗ്രീറ്റ് ചെയ്യുന്നത് സന്തോഷമായിട്ട് എല്ലാവരെയും ആ ഒരു ഇതിലാണ്. ബിക്കോസ് എനിക്ക് തോന്നുന്നു അവർക്ക് ഇത് ഒരു ലൈവ്ലിഹുഡ് ആണ് അല്ലേ, ഈ കിളിമഞ്ചാരോ ട്രെക്ക് എന്ന് പറഞ്ഞാൽ അവർക്കൊരു യു ഹാവ് ലോട്ട് ഓഫ് ഫോറിനേഴ്സ് കമ്മിങ് ഇൻ ടു ഡു ദിസ് അല്ലേ. അവരുടെ അവരുടെ ഒരു മെയിൻ മെയിൻ ഇൻകം അല്ല, അവരുടെ ഒരേ ഒരു ഇൻകം അതാണ്. ആ പോർട്ടേഴ്സ് ആയിട്ടൊക്കെ വരുന്ന അവരെന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ ജോലി ഒന്നും ഇല്ല. സോ ട്രക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാര് അവർക്ക് പോർട്ടേഴ്സ് ആയിട്ട് പോവുക, അതാണ് അവരുടെ ഒരു ജീവിതമാർഗം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം അവര് വർഷങ്ങളായിട്ട് ഇങ്ങനെ കാണുന്നതല്ലേ ട്രാവലേഴ്സിനെ, കൂടുതലും ഫോറിനേഴ്സ് ആയിരിക്കും. അപ്പൊ അവർക്ക് ആ ഒരു ഇത് അറിയാം, ഗ്രീറ്റ് ചെയ്ത് നമ്മളെയും ആ ഒരു ഇതിൽ കംഫർട്ടബിൾ. അതെ, അവര് പാട്ടും പാടി ആ ഒരു നല്ലൊരു ഇതിൽ ശരിക്കും ഒരു നമുക്കൊരു പോസിറ്റിവിറ്റി തോന്നുന്നു അവരുടെ ഒരു ചിരിയും ഇതൊക്കെ കണ്ടാൽ തന്നെ. ആൻഡ് എനിക്ക് തോന്നുന്നു വേറെ അവിടെ എവിടെയോ പോയപ്പോ യു ഹഡ് മെറ്റ് സം പിള്ളേരെയൊക്കെ കണ്ടായിരുന്നു അല്ലെ, പഠിക്കുന്ന പിള്ളേരെയോ എന്തോ അവര് ഇൻവൈറ്റ് ചെയ്ത് എന്തോ ഹോട്ട്സ്പോട്ട് തേടി പോവോ അങ്ങനെ എന്തായിട്ട് ചെയ്തായിരുന്നല്ലേ, വൈഫൈ. പഠിക്കുന്ന പിള്ളേരല്ല അത്. ഞാൻ സബ്മിറ്റ് ചെയ്തിട്ട് തിരിച്ചു വന്ന് എന്റെ ബേസ് ക്യാമ്പിൽ ഞാൻ നിൽക്കുമായിരുന്നു. അപ്പം അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. സോ എനിക്ക് തോന്നുന്നു അത് നോക്കുന്ന പിള്ളേരാ അവര്, അവിടുത്തെ പിള്ളേരാണ്. അപ്പൊ അത് മേൽനോട്ടം വഹിക്കുന്ന പിള്ളേര്, അങ്ങനെ ഒരു കുറച്ച് പിള്ളേര്. അപ്പൊ ഞാനിങ്ങനെ ഹോട്ട്സ്പോട്ട് എടുക്കാൻ വേണ്ടി അവിടെ പോയി. ബിക്കോസ് 7 ദിവസമായിട്ട് ഇന്റർനെറ്റ് ഇല്ലല്ലോ. അപ്പം എന്തേലും അവരുടെ നെറ്റ് കാണുമോ എന്ന് അറിയാൻ അവിടെ പോയി. അപ്പൊ പിള്ളേര് പറഞ്ഞു അകത്ത് കയറി ഇരിക്കുന്നൊക്കെ പറഞ്ഞ് എന്നെ ഇരുത്തി. ഞങ്ങൾ കുറെ നേരം നോക്കി, അതൊന്നും കിട്ടിയില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പോ ഒരാൾ ഒരു ജിഞ്ചർ ടീ ഒക്കെ ആയിട്ട് വരുന്നു. ചെറിയ പിള്ളേരാ അവര്. ബട്ട് അത്രയും തണുപ്പത്ത് നമുക്ക് ആ ഒരു ഹോട്ട് ജിഞ്ചർ ടീ ഒക്കെ കിട്ടുമ്പോ അത് വലിയൊരു കംഫർട്ടാണ്. പിന്നെ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് അത് എക്സ്പെക്ടേ ചെയ്തില്ല. അപ്പൊ ജിഞ്ചർ ടീ ഒക്കെ കൊണ്ട് കുടിച്ച് ഞങ്ങൾ സംസാരിച്ച് അടിപൊളിയായിരുന്നു. വീട്ടില് വീട്ടിലുള്ള അപ്പനും അമ്മയ്ക്കും അവർക്കൊക്കെ ഈ 7 ദിവസം നോട്ട് ബീങ് ഏബിൾ ടു കോണ്ടാക്ട് യു. അപ്പോ അവരെങ്ങനെ ഇതിനെ ഹൗ ആർ ദേ? ഇറ്റ് മസ്റ്റ് ബി ലൈക്ക് ശരിക്കും ഒരുപാട് ഐ ഹവ് സീൻ ലോട്ട് ഓഫ് യുവർ പോസ്റ്റ് ദാറ്റ് സേ ദാറ്റ് വീട്ടിൽ നിന്ന് എന്റെ ഫാദർ ഇത്ര സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്ര ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്, ബിക്കോസ് ഐ വോണ്ട് ടു ലിവ് ലൈഫ് ഇൻ മൈ വേ ആൻഡ് ദേ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അല്ലേ. വീട്ടിൽ ഫുൾ സപ്പോർട്ടാണ്. ബിക്കോസ് അവർക്കറിയാം എന്റെ ഇഷ്ടം ഇതാണ്. പിന്നെ ഞങ്ങളുടെ മൈ ഡാഡ് പാസ്ഡ് അവേ വെൻ ഐ വാസ് 17. ബട്ട് ഞങ്ങൾ അങ്ങനെ വളർന്നു വന്നത്. ഞങ്ങൾ 4 പെൺകുട്ടികളാണ്. അപ്പം ഫുൾ ഫ്രീഡം തന്നാണ് ഞങ്ങള് വളർന്നത്. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെയാണ് ചെറിയതിലെ മുതലേ ചെയ്തു വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു പാമ്പേർഡ് ആയിട്ട് ഉള്ള അല്ല, ഇൻഡിപെൻഡന്റ് ആയിട്ടാ ചെറുതിലെ മുതലേ വരുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ എനിക്ക് ആഗ്രഹമുള്ളപ്പം വീട്ടിലാരും ഓഫ് കോഴ്സ് നോ പറയത്തില്ല, ഫുൾ സപ്പോർട്ടാ. ഈവൻ എന്റെ ഇളയ അനിയത്തി, ഷീസ് ഓൺലി 17, ബട്ട് അവള് കിളിമഞ്ചാരോ വീഡിയോസ് യൂട്യൂബിൽ നിന്ന് കണ്ടിട്ട് ഞാൻ ട്രക്ക് പോകുന്നതിന് മുമ്പ് അവൾ എനിക്ക് പറഞ്ഞു തരും, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇങ്ങനെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ സബ്മിറ്റ് ചെയ്തേ വരാവുള്ളൂ എന്ന് പറഞ്ഞ വീട്ടിൽ തന്നെ വിട്ടു. ബിക്കോസ് നമ്മളിപ്പോ നമ്മുടെ ഒരു സൊസൈറ്റിയിലുണ്ടല്ലോ പൊതുവെ ഒരു മെജോറിറ്റി ഓഫ് ദ സൊസൈറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ പെൺകുട്ടികളെ എപ്പോഴും ഷീൽഡ് ചെയ്ത് വളർത്തുന്ന ഒരു ഇതാണല്ലോ. സോ ടു സീ ദാറ്റ് ചേഞ്ച്, അതായത് ഇങ്ങനെയും പേരൻസ് പിള്ളേരെ വളർത്തുന്നുണ്ടെന്ന് കാണുമ്പോൾ തന്നെ ശരിക്കും നമുക്ക് അടുത്ത ഒരു ജനറേഷനും ഇറ്റ് ഫീൽസ് റിയലി ഗുഡ് ടു സീ ദാറ്റ് a woman is actually going and doing this ഇത്രയും. and this is not your first, you have been to lot of places അല്ലേ. അപ്പോൾ സംതിങ് റിയലി റിയലി ഇൻസ്പയറിങ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഈ കാണുന്ന ഇപ്പൊ ഞാൻ ഈ വീഡിയോസിന്റെ കമന്റ്സ് ഒക്കെ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോഴുണ്ടല്ലോ, എല്ലാ കമന്റിലും ഇൻസ്പയറിംഗ് എന്നുള്ള വാക്കുണ്ട്. സോ ഐ തിങ്ക് യു ആർ മേക്കിംഗ് എ ഹ്യൂജ് ഇമ്പാക്ട് ഓൾറെഡി. ഇല്ല, ഡെഫിനറ്റ്ലി. ബിക്കോസ് ഇപ്പോൾ ഒരാൾ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കും തോന്നും ദാറ്റ് ഓക്കെ മേ ബി ഈവൻ ഐ കുഡ് ഡു ദാറ്റ് എന്നുള്ള ഒരു ഫീലിംഗ് വരും അല്ലേ. അത് കണ്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പല പെൺകുട്ടികളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ഞങ്ങൾക്കും താല്പര്യമുള്ള കാര്യം, ഒരുപാട് ആഗ്രഹമുള്ളതായിരുന്നു, പക്ഷെ ഞങ്ങളെ കൊണ്ട് അത് പറ്റുമോ,
എന്നൊന്നും അറിയത്തില്ല. പക്ഷെ ചേച്ചി പോയത് കണ്ടു കഴിഞ്ഞപ്പോൾ ഓക്കെ, അത് ഞങ്ങൾക്കും പോസിബിൾ ആണ് എന്ന് തോന്നിയെന്ന് ഒരുപാട് പേര് പറഞ്ഞു. ഇപ്പം 2 പെൺകുട്ടികൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓക്കെ. ഇക്കൊല്ലം. അപ്പം അറിയത്തില്ല കോവിഡ് ഒക്കെ ആയിട്ട് എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. സോ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ പറയുന്നത് ഞാൻ ചെയ്തത് വലിയ സംഭവമാണ് ഞാൻ ഒരിക്കലും പറയത്തില്ല. കിളിമഞ്ചാരോ ചെയ്തതോ ബേസ് ക്യാമ്പ് ചെയ്തതോ ഇതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ എത്ര പേര് അതിന് ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും ചെയ്യാം, ആർക്കും ചെയ്യാം. പക്ഷെ എത്ര പേര് അതിന് ഇറങ്ങിത്തിരിക്കുന്നു, അല്ലെങ്കിൽ എത്ര പേര് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നു, പാഷനെ തേടി പോകുന്നു, അത് ഒരു ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് വേറെ ഇതിലും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ വേറൊരു കാര്യമുണ്ട്. എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് ചെയ്യാൻ, വിച്ച് ഇസ് സ്കൈ ഡൈവിങ്. ആൻഡ് യു ഹാവ് ഓൾസോ അത് 2-3 പ്രാവശ്യം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? 2 വട്ടം. ഒരു പ്രാവശ്യം ദുബായില്, 2 ഫസ്റ്റ് വൺ ദുബായ് ആയിരുന്നു ചെയ്തത്, പിന്നെ സെക്കൻഡ് വൺ അയർലൻഡിൽ ചെയ്തു. ഓക്കെ. ആൻഡ് നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ സ്കൈ ഡൈവിങ്ങിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ പലരോടും സംസാരിച്ച് അല്ലെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്നതാണ് ലൈക്ക് ഇവന് വല്ല ഭ്രാന്തും ഉണ്ടോ ഈ അറിഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഇതിൽ നിന്ന് പോകുന്നത്. ബട്ട് ദി ആക്ച്വൽ സ്റ്റോറി ഈസ് വെരി ഡിഫറെന്റ് അല്ലേ? കാരണം നമ്മള് ഓക്കെ ഹെലികോപ്റ്ററിൽ നിന്ന് ചാടുന്നു, ചാടിയിട്ട് ഒരു 30 സെക്കൻഡ്സേ ഉള്ള ആ ഒരു ഫ്രീ ഫോൾ എന്ന് പറയുന്നത്. അത് 30 സെക്കൻഡ്സ് കഴിയുമ്പം നമ്മുടെ പാരച്യൂട്ട് ഓൺ ആവും. 30 സെക്കൻഡ്സ് എന്ന് പറയുന്നത് ബ്ലിസ്ഫുൾ ആയിട്ട് ഒരു മൊമെന്റ് ആണ്. അതായത് നമ്മളെ എത്രയോ പേടിച്ചായിരിക്കും ആ ഹെലികോപ്റ്ററിൽ നിന്ന് ചാടാൻ വേണ്ടി നിൽക്കുന്നത്. പക്ഷെ ആ 30 സെക്കൻഡ്സ് ആയാലും ഒരു 1 മിനിറ്റില് ആ പേടിയെല്ലാം പോകുക. നമ്മൾ വേറൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക്, ആ ഹോർമോൺസ് ഒക്കെ ഹൈ ലെവൽ അഡ്രിനാലിനൊക്കെ നിന്ന് ആ എക്സൈറ്റ്മെന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഒരു മൊമെന്റ് അത് ചെയ്യുന്നവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പം അത് ചെയ്യാത്തവർക്ക് അതിനെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ ചെയ്തവർക്ക് അറിയാം ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു 30 സെക്കൻഡ്സിൽ കിട്ടുന്ന ആ ഒരു മൊമെന്റ്. പിന്നെ വേറൊരു കാര്യം ഇതിൽ ഞാൻ പലരും ആക്ച്വൽ സ്കൈ ഡൈവേഴ്സും ആൻഡ് ഈവൻ യു ഹാഡ് ഐ തിങ്ക് സ്പോക്കൺ അബൌട്ട് ദിസ് വേ യു ടോക്ക് അബൌട്ട് ഇതിൽ ആക്ച്വലി നമ്മൾ വിചാരിക്കുന്ന അത്ര റിസ്ക് അല്ല. ഇറ്റ്സ് വെരി സേഫ് ഇൻ ദ സെൻസ് ദാറ്റ് ഒരു പാരഷ്യൂട്ട് ഡിപ്ലോയ് ആയില്ലെങ്കിൽ മറ്റേതുണ്ട്, അത് പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തോ ഓട്ടോമാറ്റിക് ഷൂട്ടോ എന്തോ അങ്ങനെ ഒരു അപ്പോൾ വെൻ യു ആക്ച്വലി ലുക്ക് അറ്റ് ഇറ്റ് അങ്ങനെ ഒരുപാട് റിസ്ക്, ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് തന്നെയാണെന്ന് പറയാം. ബട്ട് ദ ചാൻസസ് ഓഫ് എനിത്തിങ് ഹാപ്പനിങ്, ഇപ്പം നമ്മൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു എയറോപ്ലെയിനിൽ കയറി നമ്മൾ ഫ്ലൈ ചെയ്യുന്നതും ഒരു റിസ്ക് ആണല്ലോ അല്ലേ? ലൈഫിൽ എല്ലാ കാര്യങ്ങളും റിസ്ക് ഉള്ളതായിരിക്കും, ബട്ട് നമ്മൾ അത് റിസ്ക് എടുക്കണമെന്നേ ഉള്ളൂ. റൈറ്റ്. എനിക്ക് തോന്നുന്നു റിസ്കും റെക്ലെസ്നെസ്സും തമ്മിൽ ഒരു ഭയങ്കര തിൻ ലൈനാണ്. അപ്പൊ അതെ, അമേസിങ്. സോ ഐ മീൻ എന്താണ് ശരിക്കും ട്രാവൽ എന്ന് പറഞ്ഞാൽ വാട്ട് ഡസ് ഇറ്റ് മീൻ ടു യു? ബിക്കോസ് ഐ തിങ്ക് യു ഹവ് ബീൻ ടു ടർക്കി, ദുബായ്, ജർമ്മനി, പോർച്ചുഗൽ. ഈ ഒരു ചെറിയൊരു കാലഘട്ടത്തിൽ ലൈക്ക് സിൻസ് യു ഹവ് ബീൻ എൻ അഡൾട്ട് ആ ഒരു ചെറിയ ടൈം സ്പാനിൽ തന്നെ യു ഹവ് മെയ്ഡ് ഷുവർ ദാറ്റ് ട്രാവൽ ഒരു വലിയ പാർട്ട് ഓഫ് ലൈഫാണ് അല്ലേ? ഇപ്പം എനിക്കാണെങ്കിലും ഞങ്ങൾ എല്ലാ വർഷവും ഒരു സ്ഥലമെങ്കിലും പോയി കാണണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു. ആൻഡ് അതിൽ നമ്മൾ പഠിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ജസ്റ്റ് ഗോയിങ് ആൻഡ് ആ ഹോട്ടൽ റൂമിൽ പോയി താമസിച്ച് അത് മാത്രമല്ല, പക്ഷെ ഭയങ്കര പേഴ്സ്പെക്റ്റീവ് നമ്മളെ പഠിപ്പിക്കും. നമുക്ക് പലരുടെയും ജീവിതം കണ്ട് നമുക്കൊരു ഓപ്പൺ മൈൻഡഡ്നെസ് വരും ഇല്ലേ? അപ്പോൾ വാട്ട് ഡസ് ട്രാവൽ ആക്ച്വലി മീൻ ടു യു? ട്രാവലിന്റെ ഇപ്പം എന്നോട് ഒരു ഡെഫിനിഷൻ ചോദിച്ചാല് ഐ വുഡ് സേ ട്രാവൽ ഇസ് ദാറ്റ് വൺ തിങ് ദാറ്റ് കീപ്സ് മീ അലൈവ് നൗ. ഇപ്പം ഞാൻ കൊടുക്കുന്ന ഡെഫിനിഷൻ അതാണ്. ഒരു വർഷം മുമ്പ് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ വേറൊരു ഡെഫിനിഷൻ പറയുമായിരുന്നു. സോ അത് തന്നെയാണ് ട്രാവലിൽ നമുക്ക് ഒത്തിരി സെൽഫ് റിയലൈസേഷൻസ് ഉണ്ടാവും, ഒത്തിരി നമ്മളെ ജീവിതം പഠിക്കും, ഒത്തിരി ഓപ്പൺ മൈൻഡഡ് ആകും. സോ ഇപ്പം എനിക്ക് അത്ര പാഷനാണ് ട്രാവലിനോട്. അത് ഈ ഒരു കഴിഞ്ഞ ഒരു ബേസ് ക്യാമ്പ് ചെയ്ത് തൊട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ട്രാവലിനെ വേറൊരു രീതിയിൽ തന്നെ കാണാൻ തുടങ്ങിയത്. ജസ്റ്റ് ചുമ്മാ പോയി സ്ഥലം കണ്ടു വരുന്ന ഒരു രീതി അല്ല, ബട്ട് അതിന് വേറൊരു ആസ്പെക്ട് ഉണ്ട്.
എന്ന് തിരിച്ചറിഞ്ഞതും അത് എന്നെ എത്രത്തോളം ഹാപ്പി ആക്കുന്നു എന്നുള്ളതും ഞാൻ തിരിച്ചറിഞ്ഞതും ഒരു വർഷം 1-2 വർഷത്തിലാണ്. ഓക്കെ. സോ അപ്പം അത് പോയിട്ട് വരുമ്പോ എനിക്ക് കിട്ടുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ഹൈ ആണ്. സോ ഇറ്റ് ഈസ് ദാറ്റ് വൺ തിങ് ദാറ്റ് കീപ്സ് മീ അലൈവ് നൗ. റൈറ്റ്. ആൻഡ് എനിക്ക് തോന്നുന്നു അയർലൻഡിലായോണ്ട് യു ഓൾസോ ഹാവ് ഇപ്പം ഞങ്ങള് ഐ തിങ്ക് 2 വർഷം മുന്നേ സ്കോട്ട്ലൻഡ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ലൈക്ക് അവിടെ ഇപ്പൊ നമ്മൾ എവിടെ നോക്കിയാലും ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് ദർ സോ മച്ച് ടു സീ. അപ്പോൾ ഐ മീൻ ഐ വോണ്ട് ടു ആസ്ക് യു ദാറ്റ് അയർലൻഡ് ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം, ഐ തിങ്ക് യു ആർ എ ഫാൻ ഓഫ് PS I Love You അല്ലേ? അതെങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ കണ്ടായിരുന്നു ഒരു പോസ്റ്റിൽ യു ആർ ടോക്കിംഗ് അബൌട്ട് ആ ഒരു എന്തായിരുന്നു സ്ഥലത്തിന്റെ പേര്, W വെച്ച് തുടങ്ങും. വിക്ലോ. വിക്ലോ, റൈറ്റ്. ആ ഒരു ബ്രിഡ്ജ്. ഓക്കെ. വാസ് ദാറ്റ് എ റീസൺ വൈ യു വെന്റ് ടു അയർലൻഡ്? നോ അതൊരു റീസൺ അല്ലായിരുന്നു. ഓക്കെ. അയർലൻഡിലേക്ക് അന്ന് ആ ടൈമിൽ ഓപ്പർച്യൂണിറ്റി അയർലൻഡിലേക്കായിരുന്നു. അങ്ങനെ അയർലൻഡിലേക്ക് വന്നത്. പക്ഷെ ഞാനും എന്റെ ഫ്രണ്ടും വിക്ലോയിൽ പോയത് PS I Love Youലെ ബ്രിഡ്ജും ഒക്കെ ഒന്ന് തപ്പി പിടിക്കാൻ വേണ്ടിയാ. പക്ഷെ അത് കിട്ടിയില്ല, അത് കണ്ടില്ല. ഓക്കെ. എനിക്കൊന്ന് നമ്മൾ 90s, ഇപ്പൊ ഞാനൊക്കെ 90s ബോൺ ഒരു ഐ തിങ്ക് യു ആർ ഓൾസോ പ്രോബ്ലി ഇൻ 90s, റൈറ്റ്? അപ്പോ ആ ഒരു PS I Love You എന്നുള്ള ഒരു മൂവി ഒരു വലിയൊരു ഇതായിരുന്നല്ലേ ആ ഒരു സമയത്ത്? അതെ. ബട്ട് എനിക്ക് ആ മൂവിയിൽ ഇഷ്ടപ്പെട്ടത് ബുക്കാ. ഓക്കെ. കറക്റ്റ്. ഞാൻ ബുക്കിലാണ് ശരിക്കുള്ള റിയൽ സ്റ്റോറി. ബുക്കുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതാണ് മൂവി. ബട്ട് ഒത്തിരി കാണാൻ പറ്റും. അയർലൻഡിന്റെ ആ ഒരു ബ്യൂട്ടി ഒക്കെ നമുക്ക് മൂവിയിൽ കാണാൻ പറ്റും. ഇനിയും വാട്ട് ആർ ദി അതർ, അതായത് ഇപ്പൊ അടുത്ത ഒരു ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ, ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങോട്ട് പോകണമെന്നാണ് മനസ്സിൽ ഉള്ളത്? എങ്ങോട്ട് പോകണം എന്ന് ചോദിച്ചാല് ഇനി എന്ന് പോകാൻ പറ്റും എന്നറിയത്തില്ല. എന്നാലും ഒരു ഇത് കാണുമല്ലോ, എനിക്ക് ഈ സ്ഥലം കാണണം എന്നുള്ള ഒരു ഇത് കാണുമല്ലോ. ഐ നോ ലോട്ട് ഓഫ് പ്ലേസസ് വിൽ ബി ദർ. എന്നാലും ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലം ഏതായിരിക്കും? ബക്കറ്റ് ലിസ്റ്റിലുള്ളത് മാച്ചു പിച്ചു ആണ്. ഓക്കെ. പെറുവില് മാച്ചു പിച്ചു വൺ ഓഫ് ദ 7 വണ്ടേഴ്സ് ആണ്. അപ്പൊ മാച്ചു പിച്ചു നമ്മൾ ഇതുപോലെ ഒരു 5 days ട്രെക്ക് ചെയ്ത് കയറുന്നതാണ്. ഇൻകാ ട്രെയിൽ എന്ന് പറയും. അതും ഹൈ ഓൾട്ടിറ്റ്യൂഡ് ആണ്. 4000 മീറ്റർ എന്തോ ആണ് മാച്ചു പിച്ചു ആ പീക്കില്. അപ്പം അത് ഒരു 5 days ട്രെക്കാണ്. അത് എന്റെ വലിയൊരു ആഗ്രഹമാണ്. അതെന്ത് നടക്കും അറിയത്തില്ല. പിന്നെ നേപ്പാളില് ഇനിയും ഒരുപാട് മൗണ്ടൻസ് ഉണ്ട്. സോ അതിന്റെ ബേസ് ക്യാമ്പ് വരെ എത്തുന്ന രീതിയിലുള്ള കുറെ ഉണ്ട് ഹൈ ഓൾട്ടിറ്റ്യൂഡ്സ്. അത് എപ്പോഴെങ്കിലും ഒക്കെ ഓരോ പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ ചെയ്യണം എന്നുണ്ട്. ഈ കമ്മിങ് ബാക്ക് ടു മൗണ്ട് കിളിമഞ്ചാറോ, ഈ ആഫ്രിക്കയിൽ ഇപ്പോൾ നമ്മൾ ഈ ടാൻസാനിയ പോകുന്നതിന് മുന്നേ അതായത് എക്സ്പെക്റ്റേഷൻ ഇതാണ്, റിയാലിറ്റി ഇതാണ്, അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ തോന്നിയായിരുന്നു? അതായത് എന്തായി ആവും, അതോ ഒരുപാട് റിസോഴ്സസ് ഉണ്ടല്ലോ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ കാലത്ത്, സോഷ്യൽ മീഡിയ, യൂട്യൂബ്, ഒരുപാട് റിസോഴ്സസ് ഉണ്ട് നമുക്ക് കണ്ട് അറിയാനായിട്ട് എങ്ങനെ ആയിരിക്കുന്നു. ബട്ട് വാസ് ദർ സംതിങ്, അതായത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ഇതായിരുന്നു, ഒരു ഫീലിംഗ് വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണുമോ, അങ്ങനെ ടാൻസാനിയയിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നോ? ഞാൻ പോകുന്നതിന് മുമ്പ് ട്രെക്കിനെ കുറിച്ച് റിസർച്ച് ചെയ്തിരുന്നു. ഓക്കെ, ബട്ട് സ്റ്റിൽ ഞാൻ ഒത്തിരി വീഡിയോസ് ഒന്നും കണ്ടില്ല. ബിക്കോസ് എനിക്ക് കേറുമ്പം എനിക്ക് റോ ആയിട്ടുള്ള ഫീലിംഗ് വേണം എന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഒത്തിരി ഇൻഫോർമേഷൻസ് ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ടാൻസാനിയ എന്ന് പറയുന്ന കൺട്രിയെ കുറിച്ച് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഒരു ഒപ്പീനിയനോ അല്ലെങ്കിൽ ഒരു ഇതോട് കൂടി കാണുന്ന ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഞാൻ കംപ്ലീറ്റ്ലി ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടൊരു രീതിയിലാണ് ഞാൻ ആ ട്രാവൽ തന്നെ തുടങ്ങിയത്. ബിക്കോസ് എനിക്കെല്ലാം ആ ഒരു റോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യണം എന്നുണ്ടായിരുന്നു. ആ ഒരു പുതുമ, ആ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഫീലിംഗ് എല്ലാം. പക്ഷേ ടാൻസാനിയയിൽ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മുടെ നാട് പോലെ എനിക്ക് തോന്നി. കണ്ടപ്പോ എനിക്ക് ആക്ച്വലി ഒരുപാട് സിമിലാരിറ്റീസ് തോന്നി നമ്മുടെ നാടായിട്ട്. അവിടെ ടൗണിൽ ഓട്ടോയും എല്ലാം ഉണ്ട്, ഓട്ടോ, ബസ് എല്ലാം. അപ്പം എനിക്ക് നമ്മുടെ ഹോം പോലെ തന്നെ എനിക്ക് തോന്നിയത്. ആൾക്കാരൊക്കെ ആണെങ്കിലും ഒത്തിരി വെൽക്കമിങ് ആണ്. നമുക്കൊരിക്കലും ഒരു പുതിയ കൺട്രിയിൽ പോയ അതിന്റെ ആ ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് ഒന്നും ഒരിക്കലും ഫീൽ ചെയ്യത്തില്ല. ടാൻസാനിയയിലല്ലേ നമ്മുടെ മസായി ട്രൈബ് ഒക്കെ ഉള്ള?
മാസൈ ട്രൈബ്. റൈറ്റ്. ടാൻസാനിയയില് ആരുഷ എന്ന് പറയുന്ന സ്ഥലത്താണ് അവരുള്ളത്. അപ്പം മാസൈ പീപ്പിൾ ഇപ്പം ഉള്ളത് ഒന്ന് ടാൻസാനിയയിലും പിന്നെ ഒന്ന് കെനിയയിലുമാണ്. ഓ, കെനിയയിലും ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. കെനിയയിലും ഉണ്ട്. അത് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോയതാണ് കെനിയയിലേക്ക്. ഓക്കെ. അപ്പൊ ഒറിജിനലി അവര് ടാൻസാനിയയിലായിരുന്നു, അങ്ങനെയാണ് എന്റെ വിശ്വാസം. പക്ഷേ ഞാൻ അവരുടെ അടുത്ത് വരെ പോയതാണ്. അവരെ പേഴ്സണലി എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല, ആ ഒരു ട്രൈബിനെ. ഈ മസായി ആൾക്കാർ തന്നെയല്ലേ ഇപ്പൊ നമ്മുടെ ഇപ്പൊ നിങ്ങള് ഐ ഡോണ്ട് നോ യു വെൻ ടു ദ, അതായത് ആ ഒരു നമ്മൾ ട്രക്ക് തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ സപ്ലൈസ് ഒക്കെ വാങ്ങാൻ പോയില്ലേ, അപ്പൊ ആ സമയത്ത് പോയിട്ടുണ്ടായിരുന്നോ ഇത് വാങ്ങാനായിട്ട്? ഇല്ല അല്ലേ, അവര് കൊണ്ട് കാറിൽ വണ്ടിയിൽ തരുമായിരുന്നു തോന്നുന്നല്ലേ ആ ഒരു 8 ദിവസത്തേക്കുള്ള സാധനങ്ങള്? അതെ അതെ, അവര് പോർട്ടേഴ്സ് എല്ലാം പോയി സാധനങ്ങൾ വാങ്ങി വരുമായിരുന്നു. പക്ഷെ അത് മാസൈ പീപ്പിൾ അല്ല, അത് അവിടുത്തെ ലോക്കൽ ആൾക്കാർ തന്നെയാണ്. അല്ല, ഈ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലത്ത് ഈ വിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതായത് ആ ഒരു മാർക്കറ്റിൽ വിൽക്കുന്ന ആൾക്കാർ, എനിക്കറിയില്ല, എനിക്ക് എവിടെയെങ്കിലും കണ്ടു തോന്നിയതാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ എവിടെയോ കേട്ടായിരുന്നു. എല്ലാവരും മാസൈ ആകണം എന്നില്ല. മാസൈ ആ ആരുഷ റീജിയനിൽ മാത്രമല്ല, ഇപ്പൊ ഞാൻ നിൽക്കുന്ന ആ ലോക്കൽ ടൗണിലും ഒറ്റയായിട്ട് നമുക്ക് കാണാൻ പറ്റും മാസൈ. ബിക്കോസ് അവരിടുന്നത് ഒരു റെഡ് കളർ, അതിട്ടാണ് അവര് നിൽക്കുന്നത്. അപ്പൊ അവരെ കാണുമ്പോഴേ നമുക്ക് അറിയാം അവര് മാസൈ ട്രൈബ് ആണെന്ന്. അപ്പം മെയിൻ ആയിട്ട് അവരുടെ ഹോം ആരുഷ ആ റീജിയനിലാന്ന് പറയാം. പക്ഷെ അവർ ഒറ്റയായിട്ട് വേറെ ജോലികള് ടൗണിലൊക്കെ ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കാൻ കാരണം എന്താന്ന് പറഞ്ഞാലേ, ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു യൂട്യൂബർ ഉണ്ട്. പുള്ളിയാണെങ്കിൽ ഇവരുടെ കൂടെ, ഇവരുടെ ട്രൈബിന്റെ കൂടെ പോയി താമസിച്ചായിരുന്നു, ഒരു 10 ദിവസം കണ്ട് പോയി താമസിച്ചായിരുന്നു. അപ്പോൾ ഐ തിങ്ക് ഇപ്പം അങ്ങനെയും ആൾക്കാർക്ക് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഇപ്പം വരുന്നുണ്ട്, അതായത് ടു ഗോ ആൻഡ് ഇന്ററാക്ട് വിത്ത് ദം ആൻഡ് അവരുടെ ജീവിത രീതിയൊക്കെ പഠിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ അവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഉണ്ട്. അപ്പം അതും ആ ഒരു ടൂറിസത്തിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് ഇൻകം ജനറേറ്റിംഗ് ആയിട്ട് എടുക്കുന്നതാണ്. പക്ഷേ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ലൈക്ക് നമുക്ക് 1 ഡേ വേണമെങ്കിൽ അവരുടെ വീട്ടിലൊക്കെ നിന്ന് അവരായിട്ട് ഇന്ററാക്ട് ചെയ്ത് അങ്ങനെയുള്ള ഇതുമുണ്ട്. പക്ഷെ എനിക്കത് പറ്റിയില്ല. അറ്റ്ലീസ്റ്റ് നിന്നില്ലെങ്കിലും ജസ്റ്റ് അവരെ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അത് പറ്റിയില്ല. ഞാൻ അടുത്ത സ്ഥലം വരെ പോയി, പറ്റിയില്ല. പിന്നെ അവിടെ നമ്മുടെ ഒരു ഫോറിനർ ഉണ്ട്, ഞാൻ മറന്നുപോയി ഏത് കൺട്രിന്നാണ്. അവര് കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു മാസൈ. യെസ്, ഈ പുള്ളിക്കാരി തന്നെയാണ് ഈ ഞാൻ പറഞ്ഞ ഈ ആളിന്റെ ഇത് അറേഞ്ച് ചെയ്തത്. ആ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആ പുള്ളിക്കാരി തന്നെയാണ് ഈ ഫോർ ദിസ് പേഴ്സൺ ടു ഗോ ആൻഡ് ലിവ് വിത്ത് ദം ഫോർ 10 days. പുള്ളിക്കാരിയാണ് അത് ഫുൾ ഓർക്കസ്ട്രേറ്റ് ചെയ്തത്. അപ്പോ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ലൈക്ക് ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ തന്നെ ഉള്ളു നമുക്ക് ലൈക്ക് ലൈഫിന്റെ ഓരോ സ്പെക്ട്രം നമുക്ക് ശരിക്കും കാണാൻ പറ്റും അല്ലേ? ശരിക്കും ആ ഒരു ട്രൈബിനെ, ആ ഒരു ടാൻസാനിയ മാത്രമുള്ള ഒരു ട്രൈബാണ്. സോ അവരെ കാണുന്നതും ഇന്ററാക്ട് ചെയ്യുന്നതും അവര് ഡിഫറെന്റ് ഒരു ലൈഫ് സ്റ്റൈലാണ് അവര്. ബാക്കി ആൾക്കാരെ പോലെ അല്ല. ആ ഒരു ട്രൈബിന്റെ ആ ഒരു നൊമാഡിക് ലൈഫും അവരുടേതായ കൾച്ചറും എല്ലാം ഉണ്ട്. അത് ഇനി എപ്പോഴെങ്കിലും പോകുമ്പം അവിടെ പോണം. റൈറ്റ്. ആദ്യമായിട്ട് വ്ലോഗ് ചെയ്തത് എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു പറ. ശരിക്കും ഇറ്റ് വാസ് റിയലി റിയലി ഗുഡ്. എന്താ ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്ന് അറിയാം, ഞാനിപ്പോൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ വ്ളോഗിങ് ഒക്കെ ശ്രമിച്ചായിരുന്നു. ആൻഡ് to just hold the camera and vlog when people are around you was so difficult. Like നമ്മൾ ഭയങ്കര സെൽഫ് കോൺഷ്യസ് ആയി പോവും, ബട്ട് യു സ്റ്റിൽ ഡിഡ് ദാറ്റ് സോ നാച്ചുറലി. ആൻഡ് നമുക്ക് ആ ഒരു ഇത് തോന്നത്തില്ല, ഒരു ഓക്വേർഡ്നെസ് തോന്നത്തില്ല. ഇപ്പം എന്നെ ഇപ്പോൾ കാണുവാണ്, ഞാൻ വ്ളോഗ് ചെയ്ത് കണ്ടാൽ തന്നെ ആൾക്കാർക്ക് അത് ഇവൻ്റെ ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് കണ്ടിട്ട് ബാക്കിയുള്ളവർ അൺകംഫർട്ടബിൾ ആവും. അപ്പോൾ ബട്ട് യു ഒട്ടും അങ്ങനെ ഒരു ഫീൽ ചെയ്തേ ഇല്ല കേട്ടോ. യു സീം ലൈക്ക് യു ബിൻ ഡൂയിങ് ഇത് പണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു രീതിയിലാണ് നമുക്ക് തോന്നിയത്. താങ്ക് യു സോ മച്ച്. ബിക്കോസ് ഞാനൊരു വീഡിയോ കോൾ പോലും ചെയ്യുന്ന ആളല്ലായിരുന്നു. ഞാൻ എന്റെ വീട്ടിൽ പോലും വീഡിയോ കോൾ ചെയ്തില്ല. ബിക്കോസ് എന്റെ ഫേസ് ആ ഒരു ക്യാമറയിൽ കാണുന്നത് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെ ഒരാളായിരുന്നു ഞാൻ. ഇപ്പം ടാൻസാനിയ വരുന്നതിന് തൊട്ട് ജസ്റ്റ് ഒരു ദിവസം മുമ്പ് ഞാൻ വീട്ടിൽ അനിയത്തിയായിട്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഇതെങ്ങനെ ഹോൾഡ് ചെയ്യേണ്ടതെന്നൊക്കെ. അങ്ങനെ പോയ ആളാണ് ഞാൻ. ബട്ട് സ്റ്റിൽ വീഡിയോ കണ്ടപ്പോ എനിക്ക് തന്നെ മനസ്സിലായി, ആ ഒരു Day 4 Day 5 ഒക്കെ ആയപ്പോ ഞാൻ കംഫർട്ടബിൾ ആയിട്ട് അത്
ചെയ്തു എന്ന് എനിക്ക് തോന്നി. ആ ഒരു ആദ്യത്തെ ദിവസത്തെ ഇതിലും. പിന്നെ പക്ഷെ അങ്ങനെ തോന്നിയില്ല കേട്ടോ. ആക്ച്വലി അങ്ങനെ ഫസ്റ്റ് ഡേയും അങ്ങനെ എനിക്ക് ഒരു ഇത് ഫീൽ ചെയ്തില്ല. ബിക്കോസ് നമ്മൾ സാധാരണ ഇപ്പം നമ്മളൊരു ആൾ അൺകംഫർട്ടബിൾ ആണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്കും ഫോർ ദം വി സ്റ്റാർട്ട് ഫീലിംഗ് അൺകംഫർട്ടബിൾ. പക്ഷെ അങ്ങനെ ഒട്ടും തോന്നിയില്ല കേട്ടോ. ആൻഡ് പിന്നെ ഇതിൽ യുനോ സംതിങ് ദാറ്റ് ഐ റിയലി ലൈക്ഡ് ഇൻ യുവർ വ്ളോഗ്സ് വാസ് ദാറ്റ് ആ ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി ഉണ്ടല്ലോ. അതായത് നോട്ട് ജസ്റ്റ് ദ വ്ളോഗിങ് പാർട്ട്, പക്ഷെ ആ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന് പറയുന്ന, അതായത് ആ സ്ഥലത്തെക്കുറിച്ച്, ആ വോൾക്കാനിക് റീജിയനെ കുറിച്ച് പറയുന്നതും അതൊക്കെ ശരിക്കും ഒരു നമുക്കൊരു ജിയോളജി ലെസൺ കിട്ടുന്ന പോലെ തന്നെയാണ്. ബിക്കോസ് അല്ലെങ്കിൽ ഐ ഡിൻ നോ ദിസ്, ഐ ഡിൻ നോ സ്റ്റഫ് ലൈക്ക് ദിസ്. അപ്പോൾ ഇറ്റ് വാസ് ഇൻഫോർമേറ്റീവ് പ്ലസ് യുനോ നമുക്കൊരു ഫൺ എന്നുള്ള രീതിയിൽ നമ്മളും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലത്തുണ്ടല്ലോ, അതായത് ഇങ്ങനെ ഇപ്പം ഞങ്ങൾ എല്ലാവരും വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു വർഷം കഴിഞ്ഞു. ഞാൻ ഈ ട്രാവൽ വ്ളോഗ്സ് ഒക്കെ എടുത്ത് കാണുന്ന ഒരു റീസൺ എന്താന്ന് പറഞ്ഞാൽ നമ്മളും അവിടെ എത്തി ആ ഒരു 20 മിനിറ്റ്സ് ആ ഒരു ഇത് കാണുമ്പോൾ വി ഫീൽ ലൈക്ക് വി ആർ ദെയർ. അപ്പോൾ അതാണ് ദ മെയിൻ റീസൺ വൈ വി ആർ യുനോ വാച്ചിങ് ദീസ് തിങ്സ്, റൈറ്റ്? ആൻഡ് നമുക്കും ആ ഒരു ഫീലിംഗ് വരും ദാറ്റ് യുനോ നമ്മളും അവിടെ ഉണ്ടെന്നുള്ളൊരു ഫീലിംഗ് വരും. ആൻഡ് ദാറ്റ് ഈസ് ദ സക്സസ് ദാറ്റ് യുനോ ദാറ്റ് യു ഹവ് ഡൺ. അപ്പോൾ അത് എനിക്ക് ഒത്തിരി പേര് പറഞ്ഞു നമ്മൾ കൂടെ ട്രെക്ക് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഒത്തിരി സന്തോഷം തോന്നി. അപ്പൊ ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റി. അപ്പൊ ഇനി ഫ്യൂച്ചറിലും സന്തോഷമുണ്ട്. ഇനി ഫ്യൂച്ചറിലും യുനോ ട്രാവൽസ് ഒക്കെ വ്ളോഗ് ചെയ്യാൻ ഒരു താല്പര്യമുണ്ടോ? ഡെഫിനറ്റ്ലി. ബട്ട് ഇതുപോലെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ട്രാവൽ എനിക്ക് ചെയ്യാൻ പറ്റിയാലേ ഉള്ളൂ. ഇപ്പം എല്ലാരും പോകുന്ന ഒരു സ്ഥലത്ത് ചെന്ന് ഞാനും വീഡിയോ എടുക്കുന്നതിൽ കാര്യമില്ല. ഓൾറെഡി ഒത്തിരി വ്ളോഗ്സ് കാണും. അതെ അതെ. പക്ഷെ നമ്മുടെ മലയാളി വ്ളോഗ്സ് ഒരുപാടുണ്ടോ? അതാണ് ചോദ്യം. ദാറ്റ്സ് ദ തിങ്. ഇപ്പൊ നമ്മുടെ ആൽബിൻ ഓൺ ദ റോഡ് ഒക്കെ ഉണ്ടല്ലോ, പുള്ളിയൊക്കെ ഇതുപോലെ യുനോ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഇതാണ്. ആൻഡ് ഞാൻ ആക്ച്വലി പുള്ളിയോടും സംസാരിച്ചായിരുന്നു. പുള്ളിയോടും യുനോ നമ്മൾ ഷോയിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് അവരൊക്കെ നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് പുള്ളിയെ പോലെ ഒരാള് ഭയങ്കര യുണീക്കായിട്ട് ചെയ്യുന്ന ഒരു ഇതാണ്. അല്ലാണ്ട് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന, ആൻഡ് ദാറ്റ്സ് യുനോ വാട്ട് മേക്സ് ദ ഡിഫറൻസ്. അപ്പോൾ ഇഫ് യു ആർ ഏബിൾ ടു ഡു ദീസ് യുണീക്ക് തിങ്സ്, ഐ എം ഷുവർ ദാറ്റ് അതിനൊരു ഓഡിയൻസ് ഉണ്ടാവും. ആൻഡ് യു ആർ ഓൾസോ യുനോ ഫീമെയിൽ സോളോ ട്രാവലർ അ ലോട്ട് ഓഫ് ദ ടൈം, ആൻഡ് ദാറ്റ് ഇൻസ്പയർസ് പീപ്പിൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത് ശരിക്കും ആൾക്കാർക്കൊരു വലിയൊരു ഇത് തന്നെയാണ്. അതായത് എനിക്കും പറ്റും എന്നുള്ളൊരു ഫീലിംഗ് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതിലും വലുതായിട്ടൊന്നുമില്ല. അതെ, എനിക്ക് ഇപ്പൊ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ തന്നെയാണോ അത് വ്ളോഗ് ചെയ്തതെന്നുള്ളത്. വ്ളോഗ് ചെയ്തു, എഡിറ്റും ചെയ്തു. എനിക്ക് ബേസിക്കലി ഒന്നും അറിയത്തില്ല. ലിറ്ററലി ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഞാൻ ചെയ്യുമായിരുന്നു. സോ അതൊക്കെ നമുക്ക് തരുന്ന ഒരു സന്തോഷം, ഒരു അക്കംപ്ലിഷ്മെന്റ് ഫീലിംഗ് ഉണ്ടല്ലോ. ഇല്ല, ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഡേ 3 ആ ഒരു പ്രത്യേകിച്ച് ആ ഒരു ലാസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഉണ്ടല്ലോ, വേർ യു ഹാവ് ക്ലൈംഡ് ആൻഡ് യുനോ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം ശരിക്കും നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് വന്നായിരുന്നു. നമുക്ക് ശരിക്കും ഒരു നല്ലൊരു ഫീലിംഗ് തന്നെ വരും. അതായത് ഞങ്ങളും വന്നു യുനോ കൂട്ടത്തില് ഞങ്ങൾ ക്ലൈംബ് ചെയ്തു എന്നുള്ള ഫീലിംഗ് കിട്ടുന്ന ഒരു ഇതായിരുന്നു. യു ഹവ് റിയലി ഡൺ യുനോ വണ്ടർഫുൾ ജോബ്. പ്രത്യേകിച്ച് ആദ്യമായിട്ട് ഇത് ചെയ്യുന്ന ഒരാളാവുമ്പോൾ നമ്മൾ ശരിക്കും അത് കോംപ്ലിമെന്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പം അതുമല്ല, ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോ നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ഒരു വീഡിയോയേ ഉള്ളൂ, കിളിമഞ്ചാരോ വീഡിയോ. അവര് 2019 പോയതാണ്. ഒരു 6 ഫ്രണ്ട്സ് ആയിട്ട് പോയത്. അപ്പം ആ ഒരു വീഡിയോയേ ഉള്ളൂ മലയാളം കിളിമഞ്ചാരോ. അപ്പൊ ഞാൻ ഓർത്തു വൈ നോട്ട് എന്റെയും കൂടെ ഒരു സ്റ്റൈലിൽ ഒരെണ്ണം കൂടെ കിടന്നോട്ടെ. അങ്ങനെ വ്ളോഗ് ചെയ്തു. ഇനി ഫ്യൂച്ചറിലും യുനോ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റട്ടെ. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഇതുണ്ട്. ബട്ട് റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു യുനോ ഇങ്ങനത്തെ യുണീക് ട്രാവൽസ് ആൻഡ് അമേസിംഗ് സ്റ്റഫ്. മാക്സിമം ട്രൈ ചെയ്യാം. ഡെഫിനറ്റ്ലി. ബട്ട് ആൻഡ് യുനോ വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പം ഞാൻ പോകുന്നതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, യുനോ there are a lot of people who want to do stuff like this. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഫീമെയിൽ ട്രാവലേഴ്സ് who want to do this. അപ്പോൾ അവരോട് പറയാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഹൗ ഷുഡ് ദേ അപ്രോച്ച് ഒരു ട്രാവൽ, മേക്കിംഗ് ഷുവർ ദാറ്റ് ദേ ആർ സേഫ് അറ്റ് ദ സെയിം ടൈം. അതെങ്ങനെയാണ് ഒരാൾ ലൈക്ക് വെൻ യു പ്ലാൻ സംതിങ്, ആ ഒരു റിസർച്ചും ഇതുമൊക്കെ ചെയ്ത് നമുക്ക് ഓക്കെ ഇത് നല്ലൊരു സ്ഥലമായിരിക്കും, നമുക്ക് പോയി സേഫായിട്ട് പോയി, എല്ലാം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ എന്നാലും നമുക്കൊരു പെർസെൻറ്റേജ് അറിയണമല്ലോ ദാറ്റ് ഈ ഒരു സ്ഥലം പൊതുവേ സേഫ്റ്റി ഉള്ളൊരു സ്ഥലമാണ്, പ്രത്യേകിച്ച് വെൻ യു ആർ ട്രാവലിംഗ് അലോൺ. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസിൽ, ഇത്ര നാൾ ട്രാവൽ ചെയ്തൊരു എക്സ്പീരിയൻസിൽ ആ ഒരു ടേക്ക് അവേ എന്തായിരിക്കും?
വെൽ ആദ്യം തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഷുവർ. സോ ഇപ്പൊ ഗേൾസ് ട്രാവൽ ചെയ്യുന്നതിനോടെന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയുവാണെങ്കിൽ, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യണം. അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണോ ഇഷ്ടമുള്ളത് അത് ചെയ്യുക. ഇത് നമ്മുടെ ലൈഫാണ്. നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മൾ ഏൺ ചെയ്യുന്നു. സോ നമ്മളാണ് നമ്മുടെ ലൈഫ് ഡിസൈഡ് ചെയ്യേണ്ടത്, അല്ലാതെ ബാക്കി ആരും അല്ല. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അതെല്ലാം ചെയ്യുക. വേറൊരാളുടെ യെസ് ഓർ നോ ഒപ്പീനിയൻ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഹാപ്പിനെസ്, അൾട്ടിമേറ്റ് ഹാപ്പിനെസ് ആണ് യുനോ മെയിൻ തിങ്. അപ്പം എനിക്ക് ഗേൾസിനോടൊക്കെ പറയാനുള്ളത് ഇതാണ്. ഒരു ഫാക്ടറും നിങ്ങളെ ബാക്ക് ഓഫ് ചെയ്യരുത്. എന്താണോ നിങ്ങൾക്ക് ലൈഫിൽ നേടാനുള്ളത്, ജസ്റ്റ് ഗോ ആൻഡ് ഗെറ്റ് ഇറ്റ്, അത്രേ ഉള്ളൂ. ആരും നമുക്ക് നോക്കണ്ട, നമ്മുടെ ലൈഫാണ്. യുനോ അതെ, അവരെന്ത് പറയും ഇവരെന്ത് പറയുമെന്ന് ആലോചിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോ, നോട്ട് ഈവൻ ഫാമിലി. I agree. അവര് പോലും I കൂടുതൽ agree. ഇടപെടേണ്ട കാര്യമില്ലല്ലോ. ബിക്കോസ് നമ്മുടെ ലൈഫ് നമ്മളാണ് അവസാനം ജീവിക്കുന്നത് അല്ലേ? നമ്മുടെ കൂടെ നമ്മൾ ശരിക്കും നമ്മൾ ആ ഒരു ഇതിലാണല്ലോ, വി ആർ ലിവിങ് വിത്ത് അവർ സെൽസ്. അപ്പോൾ വൈ നോട്ട് ഡു എവറിഥിങ് ദാറ്റ് യു വാണ്ട് ടു ഡു? സോ ഗേൾസിനോട് പറയാനുള്ളത് അത് തന്നെയാണ്. എന്താണോ ഇഷ്ടം അത് പോയി ചെയ്യുക. റൈറ്റ്. പിന്നെ സേഫ്റ്റിയുടെ ഒരു കാര്യം പറയുമ്പം, ചിലപ്പോൾ നമ്മൾ പല സ്ഥലത്ത് പോകുമ്പോഴും നമ്മളൊരു പ്രജുഡിസ്ഡ് മൈൻഡോട് കൂടി ആയിരിക്കും ചിലപ്പം പോകുന്നത്. നമുക്കൊരു കാഴ്ചപ്പാട് കാണും ആ ഒരു സ്ഥലത്തെ കുറിച്ച്. അപ്പം ആ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞായിരിക്കും നമുക്ക് ആ ഒരു കാഴ്ചപ്പാട് മാറുന്നത്. അപ്പം സേഫ്റ്റിയുടെ ഒരു കാര്യം മൊത്തത്തിൽ പറയുവാണെങ്കിൽ, നമുക്ക് ആ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അവിടെ പോയി കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഹോംലി ഫീല് ചിലപ്പോൾ കിട്ടും, അല്ലെങ്കിൽ സേഫ് അല്ലാതെ നമുക്ക് തന്നെ ഫീല് ചെയ്യും. ഇതൊന്നും പ്രയർ ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഞാൻ പോകുന്ന സ്ഥലം സേഫ് ആയിരിക്കുമോ, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒന്നും അറിയത്തില്ല. നമ്മൾ ജസ്റ്റ് പോവുക, അതിനോടനുസരിച്ച്, അതായത് നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യണം. എന്ത് സംഭവിച്ചാലും അതിനെ ഡീൽ ചെയ്യാൻ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ സേഫ്റ്റി എന്നൊരു ഫാക്ടർ വെച്ച് നമുക്ക് പറയാനില്ല. എവിടെ വേണേലും പോവുക, സറൗണ്ടിങ്സ് നമ്മൾ നന്നായിട്ട് കാണുക, എന്നിട്ട് നമ്മളെ തന്നെ എന്ത് അൺസർട്ടനിറ്റി വന്നാലും അത് ഫേസ് ചെയ്യാൻ സ്വയം ട്രെയിൻ ചെയ്യുക. ആ ഒരു സ്കില്ലാണ് ട്രാവലിൽ നമുക്ക് വേണ്ടത്. എനിക്ക് തോന്നുന്നു നമ്മൾ എപ്പോഴും ലൈക്ക് ഒരു ഇച്ചിരി മൈൻഡ്ഫുൾ ആയിരിക്കണം അല്ലേ? ഈ നേരത്തെ പറഞ്ഞ പോലെ, അതായത് നമ്മുടെ സറൗണ്ടിങ്സിനെ കുറിച്ച് എന്തെങ്കിലും ഒരു റെഡ് ഫ്ലാഗ് കാണുവാണെങ്കിൽ അത് യു ഹാവ് ടു ബി ഏബിൾ ടു സീ ദാറ്റ് അല്ലേ? അത് ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരു സ്കില്ലാന്ന് തോന്നുന്നല്ലേ? ചെയ്ത് നമുക്ക് പല സിറ്റുവേഷനിൽ കൂടെ പോയി മേ ബി, എനിക്കും അറിയത്തില്ല കേട്ടോ, ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആയിട്ടില്ല, അപ്പം എനിക്ക് അറിയത്തില്ല. ബട്ട് ഐ എം ജസ്റ്റ് തിങ്കിങ് ഔട്ട് ലൗഡ്. നമുക്കത് എനിക്ക് തോന്നുന്നു ഉള്ളിൽ ഒരു ഗട്ട് ഫീലിംഗ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു സേഫ്റ്റി നമുക്ക് ഫീൽ ചെയ്യും. സേഫ് അല്ലെങ്കിലും നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ എനിക്ക് തോന്നുന്നത് ആയിരിക്കും. അതെ അതെ അതെ. So yeah, but you're really an inspiration. It doesn't matter if it's a female, to be honest with you, or a male. ശരിക്കും അടിപൊളിയാണ് to see that someone is going and pursuing what they really want to do. ഒരു ജോലി ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ട്രാവൽ ഒരു ലൈഫിലെ ഒരു വലിയ ഭാഗമായിട്ട് തന്നെ കണ്ട് ഗോ ഗെറ്റർ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ നമുക്കൊരു, ചില ആൾക്കാർക്ക് ആ ഒരു ഇതുണ്ടല്ലോ. ആൻഡ് ഇറ്റ്സ് റിയലി ദെയർ വിത്തിൻ യു. ആൻഡ് ഐ റിയലി ഹോപ്പ് ദാറ്റ് you do this a lot more, and ഞങ്ങളെ കൂടെ seeing stuff like this, and people are motivated to go and do things themselves. അതാണല്ലോ ultimately you have to experience it for yourself അല്ലേ? അല്ലാണ്ട് എത്ര വീഡിയോ കണ്ടാലും you will not get the feeling of actually doing what you're doing. So push yourself, go get what you have to do അല്ലേ? That's it. Go get it. അത്രേ ഉള്ളൂ. So thank you so much, Hani. Like ഈ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്ത് ഷോയിൽ വന്നതിൽ. ആൻഡ് പ്രോബബ്ലി അടുത്ത ട്രാവലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെയും സംസാരിക്കാം. എന്നെയും ടോക്ക് ഷോയിലേക്ക് വിളിച്ചതിൽ ഒത്തിരി താങ്ക് യു. എന്റെ പേജ് എവിടുന്നാ കണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ആൽബിൻ ഓൺ ദ റോഡിന്റെ ഇത് കണ്ടിട്ടാ ഞാൻ ആക്ച്വലി ഫോളോ ചെയ്ത് തുടങ്ങിയത്. ഓക്കെ, ഫൈൻ. സോ എന്നെ വിളിച്ച് പറഞ്ഞത് അത് ഒത്തിരി താങ്ക് യു. ബിക്കോസ്
സംസാരിക്കണം, അല്ലെങ്കിൽ ചെയ്തത് ചെറിയ കാര്യമല്ല എന്നൊക്കെ പറഞ്ഞത് എനിക്കും വലിയൊരു മോട്ടിവേഷൻ ആയിരുന്നു. ഡെഫിനറ്റ്ലി ചെറിയ കാര്യമല്ല, അത് ചെറിയ കാര്യമായിട്ട് കാണേണ്ട ആവശ്യമില്ല. യു ആർ ബീങ് ഹംബിൾ, ദാറ്റ് ഇസ് ഗ്രേറ്റ്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് എ സ്മോൾ തിങ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ല, അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആ ഒരു പേട്രിയാർക്കൽ സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആൻഡ് കുറേയൊക്കെ വി ഓൾവേസ് ഫീൽ ലൈക്ക് ഓ പെണ്ണുങ്ങൾ അത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഫീലിംഗ് നമ്മുടെ പല ആൾക്കാർക്കും ഉണ്ട്, മുതിർന്ന ആൾക്കാർക്കും ഉണ്ട്. അതൊക്കെ മാറാനുള്ള സമയമായി. പെണ്ണുങ്ങൾ ദേ ആർ ഈക്വൽ, വി ആർ ഓൾ ഈക്വൽ. ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഇഫ് യു ആർ മാൻ ഓർ എ വുമൺ, യു ഹാവ് ടു ഗോ ഗെറ്റ് വാട്ട് യു ഹാവ് ടു ഗെറ്റ്, റൈറ്റ്? ആ ഒരു ചിന്താഗതി. ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് പീപ്പിൾ ലൈക്ക് യു കം ആൻഡ് സ്പീക്ക് അബൌട്ട് ദീസ് തിങ്സ് ആൻഡ് ഷോ വാട്ട് യു ആർ ഏബിൾ ടു അച്ചീവ്, ബിക്കോസ് ദാറ്റ് മോട്ടിവേറ്റ്സ് എ ലോട്ട് ഓഫ് പീപ്പിൾ. എനിക്കറിയാം, ഞാൻ ഇത് പല പ്രാവശ്യം പറഞ്ഞെന്നറിയാം, പക്ഷേ ഇറ്റ് റിയലി മേക്സ് എ ഡിഫറൻസ്. താങ്ക് യു. അമേസിങ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു റോണി. താങ്ക് യു.